ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ സിങ്ക് കറ പിടിച്ചിട്ടുള്ള ഈ സിങ്കൊക്കെ നമുക്ക് എങ്ങനെ നന്നായി വൃത്തിയാക്കാൻ പറ്റാം, ആക്കിയെടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനായി ആദ്യം തന്നെ വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ കോൾഗേറ്റ് ആട്ടോ. വൈറ്റ് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പേസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കോൾഗേറ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് പേസ്റ്റാണ് അതാട്ടോ ബെറ്റർ. കോൾഗേറ്റിൻ്റെ വൈറ്റ് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് നല്ലത്. ഇനി കയ്യിലില്ലാത്തവർ ഇതേപോലെയുള്ള പേസ്റ്റ് കയ്യിലുള്ളത് എടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഇപ്പോൾ ബേക്കിംഗ് സോഡ കോൾഗേറ്റൊക്കെ നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അടുത്തതായി നമുക്ക് വേണ്ടത് ഡിഷ് വാഷറാണ് കേട്ടോ. അപ്പോൾ ഏത് ഡിഷ് വാഷറാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഡിഷ് വാഷർ ഉപയോഗിക്കാം. ഏതാണോ നിങ്ങൾ എടുക്കുന്നത് ആ ഒരു ഡിഷ് വാഷർ നമുക്ക് എടുക്കാം. ഇനി അതിലേക്ക് അത് കുറച്ച് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് വിനാഗിരി കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കുറച്ച് നാരങ്ങൻ്റെ നീരുണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം കേട്ടോ. അത് അതുപോലെ ഒന്ന് ജസ്റ്റ് സ്ക്രബ് ചെയ്തെടുക്കുക. അതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുക. സ്ക്രബ്ബർ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനീ ഒരു സിങ്ക് കേക്കുകൾ സാധാരണ അതിനായിട്ട് വേറെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അപ്പൊ അതാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് വെച്ചിട്ട് ഞാനൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനായി അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള തന്നെയാണ് പേസ്റ്റ്, ബേക്കിംഗ് സോഡ, ഡിഷ് വാഷർ, പിന്നെ ഉപ്പുണ്ടെങ്കിൽ ഉപ്പും പൊടി ഇടാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ഇടാം. വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങേണ്ടതുണ്ടെങ്കിൽ ഒക്കെ ഇടാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് കഴുകി എടുക്കാം. കുറച്ച് ഇട്ടപ്പോൾ തന്നെ കണ്ട നല്ല പത വന്നിട്ടുണ്ട്. വളരെ ഞാൻ നിങ്ങളെ മുന്നിൽ തന്നെയാണ് ഇട്ടത്. കുറച്ച് ഇട്ടിട്ടുള്ളൂ, പക്ഷെ അപ്പോഴേ തന്നെ നല്ലൊരു പത വന്നിട്ടുണ്ട്. അവിടെ ഞാൻ കഴുകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, നല്ല ക്ലിയർ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തിളക്കം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക.